ഓട്ടോക്യാഡിൽ ലേഔട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓട്ടോക്യാഡിൽ ലേഔട്ട് സെറ്റ് ചെയ്യുന്നത് വരുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്. ബട്ട് ഒട്ടുമിക്ക ആൾക്കാരും അതിൽ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പോർഷനും കൂടിയാണ് ഓട്ടോക്യാഡിൽ ലേഔട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇതേപോലെ നമുക്കൊരു ഓട്ടോക്യാഡ് അറിയാവുന്ന ആൾക്കാരെന്നെ ആയിരിക്കില്ല ഓട്ടോക്യാഡ് ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് കാര്യത്തിലൂടെ കിടക്കാം. അപ്പോൾ ലേഔട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ലേഔട്ട് എടുക്കുക. ലേഔട്ട് എടുത്തിട്ട് ഇതിലാണ് ഇതിൽ നമുക്കൊന്നും കാണാണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രോയിങ് ആണ് നമുക്ക് അതിലോട്ട് കൊണ്ടുവരേണ്ടത്. ഇതിലിവിടെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ 2 ഡ്രോയിങ്സ്, ആദ്യം നമുക്ക് അത് ചെയ്യാം. ഒരു ഷീറ്റിൽ തന്നെ 2 ഡ്രോയിങ്സ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലേഔട്ട് എടുത്തിട്ട് നമ്മൾ എടുക്കേണ്ടത് പേജ് സെറ്റപ്പ് മാനേജറാണ്. നമ്മളെ പേജ് ലേഔട്ടാണ്. ലേഔട്ടിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരിത് വരും. അതിൽ പേജ് സെറ്റിംഗ് മാനേജർ ഉണ്ടാവും. അതിൽ നമ്മൾ പേജ് സെറ്റപ്പ് മാനേജറിൽ നമ്മൾ മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ഏത് ഷീറ്റാണോ വേണ്ടത്. ഇപ്പോൾ A3 ഉണ്ട്, A2 ഉണ്ട്, അങ്ങനെ ഒരുപാട് സൈസ് ഓഫ് ഇതുണ്ട്. നമുക്ക് ഒരു പർട്ടിക്കുലർ സൈസ് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് കളർ വേണ്ടേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഡ്രാഗ് ഓൺ ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ എന്നിട്ട് അതൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല. ദെൻ ജസ്റ്റ് ഓക്കെ കൊടുത്ത് നമ്മൾ ഷീറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്തത് ഇവിടെ കാണാൻ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് വ്യൂ എന്നുള്ള ഒരു കമൻറ്റ് കൊടുക്കണം. വ്യൂ പറഞ്ഞാൽ കമൻറ്റ് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് 2 ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ലേഔട്ട്. നമുക്ക് 2 വ്യൂ ഇതിൽ വേണം. നമുക്ക് 2 ഡ്രോയിങ് ഇതിൽ കാണിക്കണം. സോ ഞാൻ 2 ആക്കിയിട്ട് കാണിക്കുകയാണ്. ജസ്റ്റ് ഫസ്റ്റത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെയാണോ നമുക്ക് വേണ്ടത് ആ സ്പേസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു വ്യൂ ആണ്, ഈ ഒരു ഏരിയയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ ഒരു ഡ്രോയിങ്ങിനും അടുത്തൊരു പോർഷൻ വേറൊരു ഡ്രോയിങ്ങിനായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഏത് ഏരിയയാണോ വേണ്ടത് വെച്ചാൽ ആ ഏരിയ മസ്റ്റായിട്ടും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഓൺ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഏത് ഡ്രോയിങ് ആണോ ആ ഡ്രോയിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് അവൈലബിൾ ആണ്. ആ കമൻറ്റ്സിൽ ഞാനിപ്പോൾ വ്യൂ എടുത്തിട്ട് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷന് ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് തന്നെ സൂം ചെയ്യാം. അല്ലെങ്കിൽ സൂം എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് എൻ്റർ അമർത്തുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാണോ സൂട്ടബിളായിട്ട് തോന്നുന്നത് ആ ഒരു 2 ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് അഡോപ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ സൂം ഇന്നും സൂം ഔട്ടും അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ എടുത്തിട്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് സൂം ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു 2 മെത്തേഡും ഇപ്പോൾ ഇതുവരെയുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കണം. ആദ്യം നമ്മളെന്താ ചെയ്തത്, പേജ് സെറ്റപ്പ് മാനേജർ എടുത്തു, പേജ് സെറ്റ് ചെയ്ത ശേഷം വ്യൂ എടുത്തിട്ട് നമുക്ക് വേണ്ട ഡ്രോയിങ്ങിൻ്റെ ആ ഒരു 2 ഡ്രോയിങ് ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നത്. സോ ആ ഒരു 2 ഡ്രോയിങ് വരുന്ന രീതിയിൽ ഞാനൊരു സെലക്ഷന് ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തു. അടുത്ത പോർഷൻ അടുത്ത ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇതാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു വ്യൂ പറയണത് നമുക്ക് ഇങ്ങനെ ഒരു PS അടിച്ചിട്ട് എൻ്റർ കൊടുത്താൽ നമുക്കൊരു പേപ്പർ സ്പേസ് ആ ഒരു പേപ്പർ സ്പേസിലോട്ട് ആ ഒരു ഇമേജ് മാത്രമാക്കിയിട്ട് ചുരുങ്ങും. MS അടിച്ചിട്ട് പിന്നെ നേരാക്കി എടുക്കാം. അതേപോലെ പാൻ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞു, നമുക്കിനി അത് മൂവ് ചെയ്യണ്ട, അനങ്ങണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിക്കാണെങ്കിൽ നമുക്ക് PS അടിച്ചിട്ട് എൻ്റർ കൊടുത്താൽ അത് പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. ഇതുവരെയുള്ളത് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച കമൻറ്റ് ആദ്യം നമ്മൾ ഉപയോഗിച്ചത് വ്യൂ ആണ്, പിന്നെ ഉപയോഗിച്ചത് PS ആണ്, പിന്നെ ഉപയോഗിച്ചത് MS എന്നുള്ളൊരു കമൻറ്റാണ് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു കമൻറ്റൊക്കെയാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ നെക്സ്റ്റ് വ്യൂ എടുത്ത ശേഷം ഞാൻ അടുത്തത് ഇതേപോലെ അടുത്ത വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 2 വ്യൂ ആണ്, 2 ഡ്രോയിങ് ആണ്. ഒരു ഷീറ്റിൽ തന്നെ 2 ഡ്രോയിങ് 2 3 ഡ്രോയിങ്സ് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ വ്യൂ എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ വരും.
അത് ഇതേപോലെ ഡ്രോയിങ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്താണ് ഇവിടെ ആവുന്നത് എന്നുള്ളത്. ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ നമുക്ക് MS എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. എല്ലാം അതേപോലെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തില്ല, ഏത് ഡ്രോയിങ്ങാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഡ്രോയിങ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, PS അടിച്ചിട്ട് എൻ്റർ അമർത്തും. അപ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡ്രോയിങ് മൂവ് ചെയ്യില്ല. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കമൻറ്റ്സ്. ലേഔട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്താണ് വേണ്ടത്, ആദ്യം പോയിട്ട് പേജ് സെറ്റപ്പ് മാനേജർ എടുക്കുക, പിന്നെന്താ MU എടുക്കുക. MU എടുത്തിട്ട് ഏതൊക്കെ ഡ്രോയിങ്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഡ്രോയിങ്സ് എടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ MS എന്നുള്ള കമൻറ്റ് കൊടുക്കുക. അല്ല ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ PS എന്നുള്ള കമൻറ്റ് കൊടുത്തിട്ട് അത് ലോക്കാക്കിയിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഒരൊറ്റ ഡ്രോയിങ് മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അടുത്ത ഡ്രോയിങ് നമുക്ക് വേണ്ട, എന്ത് ചെയ്യുക, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ പർട്ടിക്കുലർ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് അമർത്തുക. നമുക്ക് ആ ഡ്രോയിങ് വേണ്ട, എനിക്ക് ഈ ഡ്രോയിങ് മാത്രം മതി, ജസ്റ്റ് ആ ഡ്രോയിങ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു ഡ്രോയിങ് മാത്രം മതി, എനിക്ക് ഈ ഒരു ഒറ്റ ഷീറ്റിൽ ഒരു ഡ്രോയിങ് മാത്രം മതിയെങ്കിൽ ആ ഒരു ഒറ്റ ഡ്രോയിങ് നമുക്ക് ആ ഒരു ഷീറ്റിൽ കൊണ്ടുവരാം. ഇത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു. പക്ഷേ MU പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഷീറ്റ് മാറ്റണ്ടേ. അപ്പോൾ MS എന്നുള്ളൊരു കമൻറ്റ് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തു. നമുക്ക് 2 ഓപ്ഷൻ, സൂം ഇങ്ങനെ ചെയ്യാം, ഡ്രാഗ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സൂം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് എന്നുള്ളത് എടുത്തിട്ടും ചെയ്യാം. ഇനി ഇത് വരുള്ളതൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഞാനെന്ത് ചെയ്യണം, പേപ്പർ സൈസ് എടുത്തിട്ട് അല്ലെങ്കിൽ സൂം ഇതാ Z അമർത്തി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഡ്രാഗ് ചെയ്തിട്ട് ഇടായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ്. പക്ഷേ Z അമർത്തിയിട്ട് ഒബ്ജക്റ്റ് അമർത്തുള്ള അത് സെലക്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ഓപ്ഷൻസിലും നമുക്ക് അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി സൂം ഇൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ഒബ്ജക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, Z പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് അമർത്തുമ്പോൾ അതേപോലെ നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റ് വേണോ ആ ഒബ്ജക്റ്റിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ളത് എടുത്തിട്ട് Z അമർത്തിയിട്ട് ഒബ്ജക്റ്റ് എന്ന് എടുത്താലും നമുക്ക് ഇതേപോലെ ഡ്രോയിങ്സ് കിട്ടും. ഈ ഒരു മെത്തേഡൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിലുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.